സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ വീഡിയോസ് ഇടാനൊക്കെ ആയിട്ട്. എനിക്ക് വീട്ടിലുള്ളപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോസ് എടുത്ത് വെച്ചാൽ പോലും അപ്ലോഡ് ചെയ്യാനൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ചില സമയത്തൊക്കെ നമ്മ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്ലസൻ്റ് ആയിട്ടിരിക്കുക. ആ ഒരു നല്ലൊരു പ്രസൻറ്റേഷൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് വർത്താനം പറയാനായിട്ടുള്ള ആ ഒരു ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വന്നപ്പോഴാണെങ്കിലും കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയിട്ട്. ഞാനിപ്പോൾ വന്നപ്പോഴേക്ക് നല്ല പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വെച്ചൊരു വ്ളോഗായിട്ടൊക്കെ എടുക്കാം. പിന്നെ അതിനുള്ളൊരു മൂഡും ഉണ്ടായിരുന്നില്ല, സംസാരിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നീട്ടി വെച്ച് ഇപ്പം ഇന്ന് ഇവിടെ എത്തിയതിന് ശേഷം എടുക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. കുറേ വിശേഷങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാനത് നിങ്ങളായിട്ട് കറണ്ട് പോയൊക്കെ ആയിരുന്നു. അപ്പോൾ വെളിച്ചത്തിൻ്റെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനും കണ്ണനും കൂടെ എല്ലാവരുടെയും മഴയൊക്കെയാണ്. നമുക്ക് ഇവിടെ തോന്നുന്നു എല്ലാവരും പറയുന്ന അത്രയ്ക്ക് മഴ ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാനിവിടെ തുമ്പൂര് വന്ന സമയത്ത് ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ ഇടമഴയൊക്കെ വരുമ്പോഴേ അവിടെ ഇവിടെയൊക്കെ മഴയാന്ന് പറയും തുമ്പൂർക്ക് മഴ എത്താനായിട്ട് കുറച്ച് വൈകാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതെനിക്കിപ്പോൾ സത്യമാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരുടെയും ഭയങ്കര കാറ്റും മഴയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മഴയില്ല എന്നല്ല, മഴയുണ്ട്, ചെറിയ രീതിയിലൊക്കെ മഴയുണ്ട്. പക്ഷെ ഭയങ്കര ഭീകരമായ കാറ്റും ഭയങ്കര പെരുമഴയും അതൊന്നും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അറിയാണ്ടാണോന്ന് അറിയില്ല, പുറത്ത് എന്നാലും അങ്ങനെ കിട്ടുന്നില്ല എന്ന് തന്നെയാണ്. അപ്പം ഞങ്ങളെ രാവിലത്തെ എല്ലാ പണികളും ഒരുവിധം ഒതുങ്ങി കറി വെക്കൽ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കണ്ണന് തന്നെ കറി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ വന്നിരിക്കുകയാണല്ലേ. നമ്മൾ കൊടകരയുള്ള സമയത്തൊക്കെയാണ് ഞാൻ കൂടുതലും കണ്ണനൊക്കെ ആയിട്ട് കിച്ചണിൽ വന്നിരിക്കുന്ന പരിപാടിയും ഒക്കെ ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇവനിതും ഇരിക്കാനായിട്ടുള്ള മടിയൊക്കെ കാരണം ഞാൻ അവനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ അടുക്കളയ്ക്ക് കൊണ്ടുവരാറൊന്നുമില്ല. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അവനെ ചെയറിലൊക്കെ ഇരുത്തിയിട്ട് കിച്ചണിൽ പണികളാണെങ്കിലും ഞാൻ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവന് വലിയ വിഷയങ്ങളില്ല. അല്ലെങ്കിൽ അവന് തന്നെ ചിലപ്പോൾ ഭയങ്കര ബോഡി പെയിനൊക്കെ മോൻ്റെ കാര്യം പറയണേ, ബോഡി പെയിനൊക്കെ കാണിക്കാറുണ്ട് ഇരുത്തുമ്പോഴൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാനിങ്ങനെ അടുക്കളയിൽ പണിയൊക്കെ എടുക്കാൻ വന്നപ്പോൾ കണ്ണനെയും കൊണ്ട് വന്നതാ. അല്ലേണ്ണ ഇന്ന് കറി വയ്ക്കുന്ന കണ്ണനാ, വായടക്കി. അത് കഴിഞ്ഞിട്ട് അമ്മ ടാറ്റ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേണ്ണ ടാറ്റ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? ബൈക്കിൽ കറങ്ങാൻ പോവല്ലേ നമ്മള്? കണ്ണൻ ബാക്കിലിരിക്കും ഇല്ലേ? അതിന് ഇന്ന് കണ്ണൻ പാപ്പ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരോടും പറയാൻ പോകുമ്പോ ഇന്ന് കണ്ണൻ പാപ്പ ഒന്നും കഴിച്ചില്ലേ. കാലത്ത് പുട്ടും പഴമൊക്കെ ആണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. ഇന്ന് പാപ്പ ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാവരോടും പറയട്ടെ, എല്ലാവരും അറിയട്ടെ പാപ്പം കഴിക്കാത്ത കുട്ടിയാണ്. പറയട്ടെ പറയട്ടെ പറയണ്ടെന്നുണ്ടെങ്കിൽ അമ്മയെ നോക്ക്, അമ്മയെ സോപ്പിട്ട് പറയണ്ടെന്നുണ്ടെങ്കിൽ പറയണോ? പറയണ്ടെങ്കിൽ അമ്മേനെ നോക്ക്. അല്ലെ അമ്മ അപ്പൊ പറയും, ഒക്കെ പറഞ്ഞു കൊടുക്കും. അമ്മയെ നോക്കി അമ്മ പറയില്ല, അമ്മയെ നോക്കി അമ്മ പറയില്ല. നോക്കടോ കണ്ണാ, ഞാൻ പറയട്ടെ, എല്ലാം പറഞ്ഞു തരാട്ടെ. കണ്ണൻ പറഞ്ഞോന്നാ പറയണേ. പറഞ്ഞു കൊടുക്കട്ടെ, കുറുമ്പൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. കുറുമ്പൊക്കെ പറഞ്ഞു. കണ്ണന് ഒരു പാപ്പവും കഴിച്ചിട്ടില്ല അല്ലെ കണ്ണാ? കണ്ണന് കുട്ടി കുറുമ്പുകളൊക്കെ ഉണ്ട്. സ്കൂളിൽ പോണില്ല എന്നാ പറയണേ. ഇക്കൊല്ലം പോണില്ല എന്നാ പറയണേ. സ്കൂളിൽ പോണില്ലല്ലേ? പോണ്ട സ്കൂളില് ഇല്ലേ? കറി വെക്കാം നമുക്ക് കറി വെക്കാം. അങ്ങോട്ട് ചെല്ല് ഡിരിക്ക്. എന്നിട്ട് അവിടെ നിൽക്ക് കറി വെക്കാനായിട്ട്. എന്നിട്ട് കറി അമ്മ കുക്കറിൽ ഗ്രീൻ പീസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഗ്രീൻ പീസ് കറിയാണ്, മുട്ടക്കറി ഉണ്ടാക്കണം അല്ലേ എണ്ണ? ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. കണ്ണൻ ഉണ്ടാക്കുവോ? കുക്കിംഗ് വീഡിയോ അല്ലാട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ എണ്ണ? അപ്പൊ നമുക്ക് ഇന്ന് ഗ്രീൻ പീസ് കറി അല്ലേ കണ്ണ? മുട്ടക്കറിയും കൂടെ വെക്കണം. കണ്ണ മുട്ടക്കറി വെക്കും. ഞാൻ ഗ്രീൻ പീസ് കറി വെച്ചു. കണ്ണ മുട്ടക്കറി വെക്കോ? മുട്ട എവിടെ ഇരിക്കുന്നു? ഒന്ന് കാണിച്ചു തന്നെ അമ്മയ്ക്ക്. മുട്ട എവിടെ ഇരിക്കുന്നു? ഒന്ന് കാണിച്ചു തന്നെ. എവിടെ മുട്ട അറിയോ? അമ്പടോ അവനറിയാട്ടെ. അവൻ അടുക്കളയ്ക്കൊന്നും വരാറില്ല. എവിടെയാണ് മുട്ട? എവിടെ
മുട്ട മുട്ടയുണ്ടോ? ഇവിടെ കള്ളക്കണ്ണാ, നിനക്കൊക്കെ അറിയാലേ, നിനക്കൊക്കെ അറിയാലേ. കറി എവിടെയാകുമ്പോ ഇപ്പൊ കറി ഉണ്ടാക്കിയത് എവിടെയാ? എവിടെയാകുമ്പോ ഇപ്പൊ കറി ഉണ്ടാക്കി വെച്ചത്? ഇവിടെ കൊള്ളാ, നീ ആള് കൊള്ളാലാ. ഇതിന് ഉപ്പുണ്ടോന്ന് നോക്കുവോ? അതെ, ഉപ്പുണ്ടോന്ന് നോക്കൂ. ആയി തുറക്കണ കണ്ടു കഴിഞ്ഞാ എരിവുള്ളത് ഇട്ട് കൊടുത്താൽ ഇപ്പൊ എന്നെ കൊല്ലോ. നോക്കൂ, ഉപ്പുണ്ടോന്ന് നോക്കൂ. ഉപ്പുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയോ? ഒഴിച്ചേട്ടെ ഒഴിച്ചേട്ടെ. തുറക്കണ കണ്ടു കഴിഞ്ഞാ ആരും ഒന്ന് ഒഴിച്ചു പോവും. കണ്ണാ ഉപ്പില്ലടാ, ഉപ്പില്ലടാ കണ്ണാ, കുറച്ച് ഉപ്പിടട്ടെ. കണ്ണനെ ഇത് കഴിഞ്ഞ് ഞാൻ ഒരു പണി തരാട്ടാ. എന്നിട്ടാന്നറിയോ കണ്ണന് കൊടുക്കാൻ പോണ പണി? കണ്ണൻ കല്യാണിയുടെ ബുക്കൊക്കെ ചട്ടയിടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ നമുക്ക് കല്യാണിക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കണം. നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയാലല്ല പക്ഷെ നെയിം സ്ലിപ്പ് വാങ്ങാറാ പതിവ്. ഇപ്രാവശ്യം ഞാൻ വിചാരിക്കാൻ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാന്ന്. വെറുതെ ഒരു പരീക്ഷണമാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഒരു പരീക്ഷണം, ഒന്നും അറിഞ്ഞിട്ട് ചെയ്യുന്നതൊന്നും അല്ല. ഒന്നും അങ്ങനെ അറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. പക്ഷെ എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ആദ്യം പരീക്ഷണങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു. ഇപ്പൊ കുറെ നാളുകളായിട്ട് പരീക്ഷണങ്ങളൊക്കെ വളരെ കുറവാ. അപ്പൊ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ? നെയിം സ്ലിപ്പ് ഉണ്ടാക്കി നോക്കാം. കണ്ണ കൂടെ നിൽക്കുവോ? കൂടെ നിൽക്കുവോ? കൂടെ നിൽക്കുമെങ്കിൽ ഇങ്ങനെ പറയും ഡൺ ഡൺ. ആ ഡൺ ഡൺ. നമുക്ക് വണ്ടിയുമ്പോ കറങ്ങാൻ പോവാ. ബൈക്കില് കറങ്ങാൻ പോവാ. ആരെ കൊണ്ടോണ്ടേ? ബൈക്കിൽ പോകുമ്പോ ആരേക്ക്? വീഡിയോ എടുക്കുന്ന ആളെ കൊണ്ടോണം കേട്ടാ. പിന്നെ ആരെയാ കൊണ്ടോണ്ടേ? ആളെ മാത്രം കൊണ്ടുപോയാൽ മതി. എന്നെ കൊണ്ടുപോയില്ലേ? എന്നെ കൊണ്ടുപോയില്ലേ? കണ്ണനെ കൊണ്ടോണ്ടല്ലോ. അപ്പൊ കണ്ണനും അമ്മേനും വീഡിയോ എടുക്കുന്ന ആള് മാത്രം പോവാണ് വണ്ടിയും കൊണ്ട്. ഞാൻ ചിരിക്കുന്നു കണ്ടില്ലേ? എന്നെ കാണിക്ക്. എന്താ എന്നെ കാണിക്കാത്ത അല്ലേ? ഏതാണ്ട് സിനിമയില് ഇല്ലേ മറ്റേ ഫോട്ടോ എടുക്കുമ്പോ എന്നെ മാത്രം കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ആരാ ഇന്ദ്രൻസോ ആരോ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ കണ്ണൻ എന്നെ മാത്രം കാണിക്കണില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ? എന്നെ കാണിക്ക്. അതല്ലേ നീ ക്യാമറയിലേക്ക് തന്നെ നോക്കണേ. നീ എന്നിട്ട് കഴിക്കാൻ പോണേ? കണ്ണൻ ഇന്നത്തെ ദിവസം പാപ്പ ഒന്നും കഴിച്ചിട്ടില്ല. എന്താ കഴിക്കാൻ പോണേ? എന്നിട്ട് കഴിക്കാൻ പോണേ എന്തിട്ട്? ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ മാത്രം മതിയല്ലേ? അവിടെ ഇരിക്കട്ടെ. അത് ആർക്കൂല്ല, ആർക്കൂല്ല. ആരെ കൊണ്ടുവന്നേത്? എല്ലാം അറിയാം ചെക്കന്. നമുക്ക് മുട്ടക്കറി വയ്ക്കാം. കണ്ണാ മുട്ടക്കറി വയ്ക്കാം. മുട്ട എവിടെ ഇരിക്കുന്നു? മുട്ട എവിടെ ഇരിക്കും? ആമ്പടാ, ഇവൻ അടുക്കളയിലേക്കൊന്നും തീരെ വരാറില്ലേട്ടാ. എന്നിട്ട് ഇവന് മുട്ട എവിടെ ഇരിക്കുന്ന അറിയാം. കള്ളക്കണ്ണൻ. മുട്ട എവിടെയാണ് ഇരിക്കണേ? വേണോ മുട്ട? എടുത്തോ 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 മുട്ട എടുത്തോ എടുത്തോ. ഒരു മുട്ട എടുത്ത് തിന്നോ. മുട്ട എടുത്ത് കഴിച്ചോ. കണ്ണാ കണ്ണൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു കറി കരിയാവോ? കണ്ണൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു നിന്നിട്ട് എന്നെ കാണിക്ക്. എന്ന് കണ്ണന അങ്ങനെ പറയണല്ലേ? എന്നെ കാണിക്ക്, എന്നെ ഒന്നും കൂടെ കാണിക്ക്. നമുക്ക് വേഗം കറിയൊക്കെ ആക്കിയിട്ടേ കല്യാണിയുടെ ബുക്കൊക്കെ ചട്ടയിടാനൊക്കെ പോയിരിക്കാം. ഓക്കെ, കല്ലുവിന്റെ ബുക്കുകളൊക്കെ ചട്ടയിടാന്നാണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഉച്ചയ്ക്ക് അതൊന്നും നടന്നില്ല കേട്ടോ. വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വൈകിട്ട് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊണ്ടുവന്ന മൂവാണ്ട മാങ്ങയാണേ. അപ്പൊ കണ്ണനിങ്ങനെ മാങ്ങ ജ്യൂസ് അടിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം. കണ്ണ നീ എങ്ങോട്ട് പോണേ? അത് ജ്യൂസ് ആക്കിയിട്ടാ ചെത്തിയിട്ടൊക്കെ തരാം. നീ കണ്ണൻ ചേട്ടൻ്റെ അടുത്ത് ഈച്ചിൻ്റെ നോക്കി വന്നേ. ഉച്ചയ്ക്ക് ആ വക പരിപാടികളൊന്നും നടന്നില്ല. അപ്പൊ കണ്ണൻകുട്ടിക്ക് ഇങ്ങനെ ജ്യൂസ് ആക്കി കൊടുത്താലേ മാങ്ങ ഇതപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊണ്ടുവന്നതാ മൂവാണ്ട മാങ്ങ. അപ്പൊ കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴുക്കുന്നത് ഞാനിങ്ങനെ ഒന്നിങ്ങനെ ചെത്തി ഇങ്ങനെ വെക്കുക. അപ്പൊ ആരെങ്കിലൊക്കെ ആയിട്ട് കഴിച്ചോളും. അല്ലാന്നുണ്ടെങ്കിൽ കണ്ണന് ജ്യൂസ് ആക്കി കൊടുക്കും. കണ്ണാ നീ വെടി വയ്ക്കാൻ പോവാണോ തോക്കും കൊണ്ട്? അപ്പൊ ഞാൻ കരുതി എന്തായാലും മാങ്ങ ചെത്താൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കരുത്. പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പോഴൊന്നും എനിക്ക് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കല്ലുവിന്റെ ബുക്ക് ചട്ടയിടാന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് അതും നടന്നില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങളോട് പറയണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ മാങ്ങ ചെത്താനിരുന്നപ്പോൾ ജസ്റ്റ് വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ഈച്ചയുടെ ശല്യം ഉണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നു.
അപ്പോൾ ഈച്ചേൻ്റെ ഷീറ്റൊക്കെ വെക്കുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഈച്ചേനൊക്കെ കിട്ടുന്നുണ്ട്. ഇവനെങ്ങടെ വെടി വെക്കാൻ പോണ്? ആ ചെത്തിയിട്ട് തരാം. കണ്ണൻ തോക്കും കൊണ്ട് വെടി വെക്കാൻ പോവാല്ലേ കണ്ണാ? കണ്ണൻ ജ്യൂസ് കഴിക്കുവോ? മാങ്ങയുടെ ജ്യൂസ് കഴിക്കുവോ? ഇതിലൊന്നുമല്ല ശ്രദ്ധ. അവിടെ വെടിവെപ്പ് നടക്കുന്നുണ്ട്, യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ചെക്കന്മാരല്ലേ, ആമ്പിള്ളേരല്ലേ? വണ്ടിയും തോക്കും ഒക്കെ കണ്ടാൽ ഞങ്ങൾ വിടുവോ അല്ലേ എന്നാ? വണ്ടിയും തോക്കൊക്കെ കണ്ടാൽ ഞങ്ങൾ വിടില്ലേ പിന്നെ അല്ലേ? ഈച്ച വന്നാട്ടിക്കൊള്ളട്ടെ കണ്ണാപ്പിയേ. തോക്കൊണ്ട് വെടി വെക്കാം നമുക്ക്. ഈച്ചേനെ വെടി വെക്കണ കണ്ണന്? വായടക്കി, അല്ലെങ്കിൽ ഈച്ച കയറിപ്പോവും വഴിയെ കൂടെ. കണ്ണാ വായടക്കി, ഈച്ച അല്ലെങ്കിൽ കയറിപ്പോന്ന്. അടക്കി വാവേ, വായടക്കിടോ. അത് മറ്റേ ചെത്തല് നല്ല രസം കാണാൻ. ഇങ്ങനെ 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 ചെത്തിപ്പോവും. ഞാൻ അങ്ങനെ ചെത്തിക്കഴിഞ്ഞാൽ എൻ്റെ കൈ ചെത്തുന്നല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. ഇനി കണ്ണനെ കൊണ്ട് ചെത്തിക്കല്ലേ കണ്ണാ? വാ, കണ്ണ മൈൻഡ് ആക്കണും കൂടി ഇല്ല. ശ്വാസം മുട്ടും അങ്ങനെ കാണിച്ചാ. അപ്പം ഞാനിത് വേഗം ഒന്ന് ജ്യൂസാക്കിയിട്ട് കണ്ണൻകുട്ടിക്ക് കൊടുക്കണം. അപ്പം വൈകിട്ട് ഇനിയിപ്പോൾ കുളിപ്പിക്കണോന്ന് ഇങ്ങനെ സംശയിച്ച് നിൽക്കുക. കാലത്ത് കുളി കഴിഞ്ഞിട്ട് വേറെ ഒരു വയർക്കല അങ്ങനെ ഒന്നും ഇല്ലല്ലോ. മഴയല്ലേ, നല്ല മഴയല്ലേ. അപ്പോൾ ഇന്നലെയൊക്കെ വൈകിട്ട് കുളിപ്പിച്ചായിരുന്നു, ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുളിപ്പിച്ചു. ഇന്നിപ്പോൾ ഇന്നലത്തേക്കാളും കുറച്ചും കൂടെ മഴ കൂടുതലുണ്ട്. അപ്പോൾ തുടച്ചാൽ മതിയോ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണല്ലേ കണ്ണാ? വാവേ, ക്യാമറയിലേക്ക് നോക്കിയേ, ക്യാമറയിലേക്ക് നോക്കിയേ, ക്യാമറയിലേക്ക് നോക്കടാ, നോക്കടോ. കർട്ടൻമേണോ ക്യാമറ വെച്ചണേ? കർട്ടൻമേണോ ക്യാമറ വെച്ചണേ? ഇടാ മാഷേ മാങ്ങ ചെത്തിക്കഴിഞ്ഞു. ഇനി അത് പോയി പൂളി കണ്ണന് ജ്യൂസൊക്കെ ആക്കട്ടെ കണ്ണാ. അങ്ങൊന്ന് ചെത്തിയിട്ടൊക്കെ വരാം. കണ്ണന് ജ്യൂസാക്കണമെങ്കിൽ ജ്യൂസാക്കിയിട്ടും ഒക്കെ വരാം. അപ്പം അടുക്കളയിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഇനിയും കഴിയാനുണ്ട്. വെളിച്ചം വേറെ കുറേ പരിപാടികളൊന്നും ഇല്ല. ഇതേ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നാളത്തേക്ക് മാവ് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടുണ്ട്. അപ്പം അതൊന്ന് അടിച്ചൊക്കെ വെക്കണം. പിന്നെ ചോറ് കറി വെക്കലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞത് കാരണം വേറെ പണികളൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ പോണ് ഓരോ ദിവസങ്ങളും. അങ്ങനെ വെടിയില്ലേ? വെടിവെച്ചു കണ്ണാ. വീഴടാ കണ്ണാ. കണ്ണൻ ഞങ്ങളുടെ വീഴ കട്ടിലും വന്ന് ചാടണ്ടി. കണ്ണാ വെടിവെക്കട്ടെ, വീട്. കണ്ണൻ വീടേ, കണ്ണൻ വീടേ. വെടിവെച്ച വീടേ, ഇടിഞ്ഞു പൊളിഞ്ഞ വീട്. കണ്ണനെ വെടിവെച്ചേ. എന്തിയാ ശിക്കാരി ശമ്പൂന്റെ പോലെ ഉണ്ട് കാണാൻ. വെടിവെച്ചടാ. കള്ളു അതന്നെ വെടിവെക്കണ്ട. ആളെ കിട്ടിടാ, വെടിവെക്കാൻ ആളെ കിട്ടിടാ. വീണുടോ കണ്ണാ. നീ എന്റെ മോളെ വെടിവെച്ച് കൊന്നാ. എടുത്ത് വെടിവെക്ക് തന്നെ. ഒന്ന് പിടിച്ചേൽപ്പിക്കടാ. നീ വെടിവെച്ച് എന്റെ മോളെ താഴെയിട്ടിട്ട് ട്രൈ ചെയ്. നടലൊക്കെ ഉണ്ടാ? ഞാൻ വീഴില്ല, നിൽക്കും. ഞാൻ ഭയങ്കര കരുത്തുള്ള ആളാ. അയ്യോ, എന്റെ മോന് വെടിവെക്കല്ലേടി, എന്റെ മോന് വെടിവെക്കല്ലേടി.